ഞങ്ങളുടെ വീട്ടിൽ ഈ കുട്ടി തൃശ്ശൂർ പൂരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള ഉദാഹരണമാണ് അമ്മ ഇരുന്ന സിനിമ ആസ്വദിക്കുന്നത് കേട്ടോ. എൻ്റെ പുതിയൊരു കോഡ് സെറ്റാണ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഐസ്ക്രീം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊടുക്കാമെന്ന് വെച്ചു. ഇത് കിട്ടാത്ത കാരണം കുറച്ച് നേരം വെള്ളത്തിലിട്ടപ്പോൾ സാധനം പെട്ടെന്ന് കിട്ടി കേട്ടോ. ഞാൻ ഒട്ടും ഷുഗർ ആഡ് ചെയ്യാണ്ട് തട്ടിക്കൂട്ടി ചെയ്ത് കൊടുക്കുന്ന റൈറ്റാണ്. ഇവന്മാർ ഐസ്ക്രീം രൂപത്തിൽ എന്ത് കണ്ടാലും അത് കഴിച്ചോളൂ. അതെന്തോ ഒരു ലക്കായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കേട്ടോ. ഒന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേനും നിറയെ വെള്ളം കലക്കി ആ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയപ്പോൾ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടി പാക്കറ്റ് പൊട്ടിച്ച് 3 പാത്രത്തിലാക്കി കലക്കി ഇവന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് വയ്യണ്ടായി ഗൈസ്. സ്കൂൾ പറഞ്ഞാൽ മതി. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്കൂൾ പിള്ളേർക്കായിട്ട് നമ്മൾ നല്ല അടിപൊളി ഒരു ബുക്ക് കവറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആണ്, 30 പീസാണ് വരുന്നത്. 3 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ചട്ടി ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ് ചട്ടി ഇട്ടിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ചട്ടി ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു കണക്കിനാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ കട്ടിങ്ങും വെട്ടലും മുറിക്കലും ഒന്നുമില്ല. നേരെ ഉരിക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കുക. ഫാൻ ഒന്ന് ഓഫ് ചെയ്ത് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. കാരണം നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവില്ല. ആ ഒരു കാര്യമുണ്ട്. നമ്മുടെ ചൊട്ടയുടെ ഭംഗിയൊക്കെ പുറത്തേക്ക് നല്ല രീതിയിൽ വിസിബിൾ ആവും. പക്ഷേ നമ്മുടെ പാറുമ്പോക്ക് ബ്രൗൺ ചട്ട മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്തായാലും മേടിച്ച് കൊടുത്തോളൂ. നമ്മുടെ വലിയ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിലും നിങ്ങൾക്ക് സൂപ്പറായിരിക്കും. നെയിം സ്ലിപ്പും വിത്ത് ഒരു പെൻ വരുന്നുണ്ട്. ഈ ഒരു ഷോട്ടിൽ കറക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു ചട്ട എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഏട്ടനെ കണ്ടപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നിറച്ച് കിറ്റ് ഉണ്ടായിരുന്നു. പുറത്ത് പോയി വന്നപ്പോൾ ഫുഡ് മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ കുറേ ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. അതിലൊരു വലിയ മാങ്ങ ഉണ്ടായിരുന്നു. അതിൻ്റെ മണം ഭയങ്കര അപാരമായിരുന്നു. ഇങ്ങനെ കാരി തിന്നാൻ തോന്നി. പണ്ടൊക്കെ അങ്ങനെയും കഴിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെയാണ് ഈ ചെത്തി മുറിച്ച് എല്ലാവർക്കും ഭാഗം വെച്ച് കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. എന്നാലൊരു പൂതി അങ്ങനെ കഴിക്കണം എന്നുള്ളത്. എന്നാൽ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. സഹിക്കാൻ പറ്റാത്തൊരു മണമായിരുന്നു അതിന്. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വലിയൊരു പഴം പോലെ ഫീൽ ചെയ്തു കേട്ടോ. ഭയങ്കര മധുരമാണ് ഇത് കഴിക്കാൻ വേണ്ടി. ഈ ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയും. അമ്മയും വന്നു, അമ്മയും കുറേ കാരി. എനിക്ക് അമ്മ കടിച്ചപ്പോൾ തന്നെ തീരാറായി. അമ്പലം വലുതും പ്രതിഷ്ഠ ചെറുതും ആ കണക്കിനായിരുന്നു. ഇതിൻ്റെ അണ്ടി ഇത്രയേ ഉള്ളൂ ഗൈസ്. മാംസമാണെങ്കിൽ കുറേ ഉണ്ട്.